അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമുക്കൊരു ഹദീസ് പഠിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ സനതു ബി അൻ ലാ തുംതറു വലാകിന്ന സനത ബി അൻ തുംതറു വ തുംതറു വലാ തുംബിതുൽ അർളു ഷൈഅ. റവാഹു മുസ്ലിം. മുസ്ലിം ഉദ്ധരിച്ച അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ സനതു ബി അൻ ലാ തുംതറു, മഴ വർഷിക്കാതിരിക്കലല്ല വരൾച്ച എന്ന് പറയുന്നത്. വലാകിൻ, പക്ഷേ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു. മഴ പിന്നെയും പിന്നെയും വർഷിച്ചു, പക്ഷേ ഭൂമി ഒന്നും മുളപ്പിച്ചില്ല. ഇതാണ് യഥാർത്ഥ വരൾച്ച. സത്യത്തിൽ ഈ ഹദീസ് പഠിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യംഗ്യമായി നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ ഈ ഹദീസിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളൊക്കെ ഭൗതികമായി ചിന്തിക്കുമ്പോൾ വരൾച്ച കൊണ്ട് നമ്മളൊക്കെ അർത്ഥമാക്കുന്നത് മഴ ലഭിക്കാത്തതിനെയാണ്. അത് ശരിയാണ്. പക്ഷേ മഴ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്നു, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയാണ് ഇവിടെ മഴയോട് ഉപമിച്ചിരിക്കുന്നത്. ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ മഴയെ ഉപയോഗപ്പെടുത്തുന്നതിൽ, അതിനെ പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. അതാണ് യഥാർത്ഥ വരൾച്ച എന്ന് പറയുന്നത്. നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ലഭിക്കാത്തവരും ഉണ്ട്, അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവരും ഉണ്ട്. അത് മറ്റൊരു ചർച്ചയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നു. അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് സന്മാർഗം പ്രാപിച്ചു എന്നത്, ഹിദായത്തിലായി എന്നത്. സത്യവിശ്വാസിയാകാൻ, സത്യവിശ്വാസിനിയാകാൻ സൗഭാഗ്യം ലഭിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ, സത്യവിശ്വാസം ലഭിച്ചു, ആ വിശ്വാസം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്ന ഈ അനുഗ്രഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും മുന്നേറുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഇതുപോലെ വേറെയും അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഒരുപാട് സ്കിൽസ് നമ്മിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെ കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഒരുപക്ഷെ നമ്മുടെ അലസതയാകാം, നമ്മുടെ മടിയാകാം, അതല്ലെങ്കിൽ ഭൗതികമായ മറ്റു പല ചിന്തകളാകാം. പക്ഷേ ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് എന്നെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ അല്പസമയം നമ്മൾ മാറ്റിവെക്കണം. എൻ്റെ കഴിവുകൾ, അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ കണ്ടെത്തുക, അതിനെ വളർത്തുക, അതിനെ വികസിപ്പിക്കുക, അത് പടച്ചവൻ്റെ ദീനി മാർഗത്തിൽ സമർപ്പിക്കുക. ആ സമർപ്പിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ് വ്യംഗ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിവുകളെ കണ്ടെത്താനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.